ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി ലഭിക്കുമെന്ന് സർവേ റിപ്പോർട്ടുകൾ. രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാനുള്ള ആർ.എസ്.എസ് അജണ്ടയെ 79% ജനങ്ങളും എതിർക്കുന്നതായി CSDC ലോക്നീതി സർവേകൾ ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും വോട്ടിംഗ് യന്ത്രങ്ങളിലും ജനങ്ങളുടെ വിശ്വാസം കുറഞ്ഞു വരുന്നതായും അഭിപ്രായമുണ്ട്. മൂന്നാം ഊഴത്തിനായി നരേന്ദ്രമോദി സർക്കാർ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ BJP നേതൃത്വത്തെ ആശങ്കയിലാക്കുന്ന സർവേ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. BJP അധികാരം പിടിച്ചെടുക്കാൻ കണ്ണുനട്ടിരിക്കുന്ന ഉത്തരേന്ത്യയിലെ സീറ്റുകളിൽ വലിയ ഇടിവ് ഇത്തവണ ഉണ്ടാകുമെന്ന് സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റി നടത്തുന്ന CSDC ലോക്നീതി സർവേകൾ ചൂണ്ടിക്കാട്ടി. രാജസ്ഥാനിലും ഹരിയാനയിലും 10 സീറ്റുകളിൽ കൂടുതൽ കുറവുണ്ടാകുമെന്നാണ് സർവേ. മഹാരാഷ്ട്രയിലും കാര്യങ്ങൾ എളുപ്പമല്ല. അയോധ്യ രാമക്ഷേത്രവും പൗരത്വ നിയമ ഭേദഗതിയും അടക്കം വർഗീയ കാർഡുകളും ഇത്തവണ വോട്ടർമാരെ സ്വാധീനിക്കില്ലെന്നും സർവേകൾ സൂചിപ്പിക്കുന്നു. എല്ലാ മതങ്ങൾക്കും തുല്യസ്ഥാനമുള്ള ഇന്ത്യ എന്ന സങ്കല്പത്തിനൊപ്പമാണ് ജനങ്ങളെന്ന് സർവേ കണക്കുകൾ നിർത്തി ചൂണ്ടിക്കാട്ടുന്നു. സർവേ പ്രകാരം 79% ആളുകളും മതേതര ഇന്ത്യ എന്ന ആശയത്തിനൊപ്പമാണ്. ഇന്ത്യ ഹിന്ദുക്കൾക്ക് മാത്രമല്ല എല്ലാ മതങ്ങൾക്കും തുല്യതയുള്ള രാജ്യമാണെന്ന് 80% ഹിന്ദു മതവിശ്വാസികളും പിന്തുണയ്ക്കുന്നു. RSS അജണ്ടയായ ഇന്ത്യ ഹിന്ദുക്കളുടെ മാത്രം രാജ്യമെന്ന സർവേയിൽ അനുകൂലമായി അഭിപ്രായപ്പെട്ടത് 10% പേർ മാത്രം. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഞെട്ടിപ്പിക്കും വിധം ഇടിയുന്നു എന്നതാണ് സർവേയിലെ മറ്റൊരു കണ്ടെത്തൽ. 2019 78% ആളുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തിയെങ്കിൽ 2024 ആയപ്പോൾ അത് 42% കുറഞ്ഞു. വോട്ടിംഗ് യന്ത്രം കുറ്റമറ്റതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രയൊക്കെ ആവർത്തിച്ചിട്ടും ഒരു വലിയ വിഭാഗം അത് വിശ്വസിക്കുന്നില്ല. ഭരണകക്ഷിക്ക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടത്താനായേക്കുമെന്ന് 45% പേർ വിശ്വസിക്കുന്നതായും സർവേ ചൂണ്ടിക്കാട്ടുന്നു. ചുരുക്കത്തിൽ രണ്ടാം മോദി സർക്കാരിന്റെ ജനപിന്തുണയും വിശ്വാസ്യതയും വൻതോതിൽ ഇടിഞ്ഞുവെന്ന് വ്യക്തമാക്കുന്നതാണ് സർവേ ഫലം. കൈരളി ന്യൂസ്, ദില്ലി.